കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു തുടക്കമാണിത്. 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ വെറും 2 മത്സരങ്ങളിൽ മാത്രമാണ് മിക്കയിൽ സ്റ്റാറയുടെ കീഴിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത്. 4 മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ 2 മത്സരങ്ങളിൽ സമനിലയിൽ കുരുങ്ങുകയും ചെയ്തു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മിക്കയിൽ സ്റ്റാറയ്ക്ക് വാർണിംഗ് നൽകിയതായിട്ടാണ് ഷൈജു ദാമോദരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന 2 ഹോം മത്സരങ്ങൾ, അതായത് FC ഗോവ, ചെന്നൈയിൻ FC എന്നിവർക്കെതിരായ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മിക്കയിൽ സ്റ്റാറയെ ഉടൻ തന്നെ സാക്ക് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സത്യത്തിൽ മികച്ച താരങ്ങളെ സൈൻ ചെയ്യാതെ ഒരു മികച്ച ടീമിനെ രൂപപ്പെടുത്താതെ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കിരീടത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തീർത്തും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ ഇവാൻ വൂക്കമനോവിച്ച് ആദ്യ പകുതിയിൽ ടീമിനെ 1-ാം സ്ഥാനത്തായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. എന്നാൽ 2-ാം പകുതിയിലെത്തിയപ്പോൾ ചില താരങ്ങൾക്ക് പരിക്കേറ്റതോടെ ടീം അടപടലം പൊട്ടുകയായിരുന്നു. അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് 6-ാം സ്ഥാനത്താണ്. ഇവിടെ മികച്ച താരങ്ങളെ സൈൻ ചെയ്യാതെ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ബലിയാടാകുന്നത് പരിശീലകരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മികയിൽ സ്റ്റാറയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന 2 മത്സരങ്ങൾ അതിനിർണായകമാണ്. ഗോവയ്ക്കെതിരെയും ചെന്നൈക്കെതിരെയും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മികയിൽ സ്റ്റാറയെ പുറത്താക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.